പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണ്. കേരളത്തിലെ ജനങ്ങൾ ആവേശപൂർവം കാണുകയും ആ കാഴ്ചയിലൂടെ ആത്മവിചാരണ നടത്തുകയും ചെയ്തിട്ടുള്ള നാടകങ്ങളാണ് പിള്ളസാറിൻ്റേത്. 20-ാം നൂറ്റാണ്ടിലെ മലയാളി സമൂഹത്തിൻ്റെ നടും പുറത്തു വീണ ചാട്ടവാറായിരുന്നു NN പിള്ള. ആദ്യമായി നാടകം അവതരിപ്പിച്ചത് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം വിഷയമാക്കി ആണെന്നും അതിനിടയിൽ ക്രുദ്ധരായ അസുരന്മാർ ദേവന്മാരുടെ ശബ്ദം സ്തംഭിപ്പിച്ചു എന്നും ഐതിഹ്യമുണ്ട്. ശബ്ദം സ്തംഭിപ്പിച്ചു എന്ന് കാവ്യഭാഷയിൽ പറഞ്ഞാൽ കഴുത്തിന് കുത്തിപ്പിടിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആദ്യ നാടകം മുതൽ സഫലമായി സംവേദനം നടക്കുകയും ഉടനടി പ്രതികരണം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഞാൻ ആദ്യമായി പിള്ളസാറിന്റെ നാടകം കാണുന്നത് കാബാലികയാണെന്ന് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത്. ഈ കാബാലിക എന്ന നാടകം കാണുമ്പോൾ ഇടിമിന്നൽ പോലെ ഒഴിഞ്ഞുമാറലിന് അതീതമായി അതിലെ സംഭാഷണങ്ങൾ കാണികളുടെ മേൽ പതിക്കുന്നതും പലപ്പോഴും അവർ ശീലിച്ചു വന്ന സദാചാര ബോധത്തിൻ്റെ ഭാരം കൊണ്ട് തലകുനിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. കാബാലിക എന്ന പേരിൽ അറിയപ്പെടുന്ന റോസമ്മയുടെ ബോംബെയിലെ വീട്ടിൽ പള്ളി പണിയാൻ പണപ്പിരിവിനെത്തുന്ന പുരോഹിതൻ അവിടെ നിന്ന് പോകുന്ന ഒരുത്തനെ കണ്ട്, അന്തോണിയല്ലേ ആ പോകുന്നത്, അവൻ എൻ്റെ ഇടവകയിലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ റോസമ്മ കാല് സ്റ്റൂളിൽ കയറ്റി വെച്ച്, അതേച്ചോ ഇപ്പൊ എൻ്റെ ഇടവകയിലാ എന്ന് പറയുന്നതും, അച്ഛന് പട്ടം തന്ന അതേ സമുദായം തന്നെയാണ് അച്ചോ എൻ്റെ പാവാടയുടെ ചരട് ആദ്യമായിട്ട് അഴിച്ചതും എന്ന് പറയുന്നതും, ചേച്ചിയെ വ്യഭിചരിക്കാൻ വന്നിരുന്ന കസ്റ്റമറായ മാന്യൻ നാട്ടിൽ അനിയത്തിക്ക് കല്യാണം ആലോചിച്ചു വരുമ്പോൾ അത്ത ഹോ 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 കോളേജിൽ പഠിച്ചിട്ട് മിഡിൽ സ്കൂളിൽ പഠിക്കാൻ വരുന്നു എന്ന് പറയുമ്പോഴും ഒക്കെ കാണികളുടെ പ്രതികരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പെട്ടെന്ന് മുണ്ടഴിഞ്ഞു പോയ ഒരവസ്ഥയാണ് സദസ്സിൽ വെച്ച് കാണികൾക്ക്. പ്രസിഡന്റ് എന്ന നാടകത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും അടക്കമുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തിന്മകൾ മുഴുവൻ സഹിച്ചു മടുത്ത പ്രസിഡന്റ് ജനാധിപത്യം അവസാനിപ്പിക്കുകയും ഏകാധിപത്യം നടപ്പിൽ വരുത്തുകയും ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും എല്ലാം പിടിച്ച് ജയിലിൽ അടയ്ക്കാനായിട്ട് ഉത്തരവിടുമ്പോൾ പ്രധാനമന്ത്രി ചോദിക്കുന്നുണ്ട്, സർ നമ്മുടേതൊരു ജനകീയ ജനാധിപത്യ സോഷ്യലിസ്റ്റ് മതേതര റിപ്പബ്ലിക് അല്ലേ സർ എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് പറയും, ജനകീയ ജനാധിപത്യ സോഷ്യലിസ്റ്റ് മതേതര റിപ്പബ്ലിക് നീളം കൂടിപ്പോയി, നീളം കൂടിയാൽ ബലം കുറയും എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ ഇന്ത്യയുടെ പരമാധികാരത്തെ സംരക്ഷിക്കുന്ന സൈന്യത്തെക്കുറിച്ച് സൈന്യത്തിന്റെ ഉരുക്കുതൊപ്പി അറബി കടപ്പുറത്ത് തുരുമ്പെടുത്ത് കിടക്കും, കണ്ണ് കാണാത്ത കടലാമ അതിനെ ബലാത്സംഗം ചെയ്യും എന്ന് പറയുമ്പോഴുമൊക്കെ നാടകത്തിൻ്റെതായ ഒരു വലിയ ധർമ്മം, ഒരു ശസ്ത്രക്രിയാ ധർമ്മം അദ്ദേഹം നിറവേറ്റുകയായിരുന്നു സമൂഹത്തിൽ.
അവസാനമായി ഞാൻ കണ്ട നാടകം ഇവിടെ മറൈൻ ഡ്രൈവിൽ, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് പൊതുവേദിയിൽ പിള്ളസാർ നാടകം അവതരിപ്പിക്കുന്നത്. കണക്ക് ചെമ്പകരാമൻ. ജോലിക്ക് ശുപാർശയായിട്ട് പറഞ്ഞയച്ച, മന്ത്രിയുടെ അടുത്ത് പറഞ്ഞയച്ച മകള് അലങ്കോലമായ ശരീരവുമായി കയറി വരുമ്പോൾ അവൻ നിന്റെ മൗലിക അവകാശത്തിൽ സ്പർശിച്ചോ മോളെ എന്ന അച്ഛൻ വികാരഭരിതനായി ചോദിക്കുന്ന ആ നാടകം. അങ്ങനെ NN പിള്ള സാറിൻ്റെ നാടകങ്ങൾക്ക് പോകുന്നത് സാമൂഹ്യ ബോധപരമായ ഒരു ശസ്ത്രക്രിയയ്ക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നത് പോലെയായിരുന്നു കാണികൾ. ക്ഷിപ്രസംവേദിയായ ആ നാടകങ്ങൾ ഒരു വ്യാഖ്യാനവും കൂടാതെ ബുദ്ധിജീവികൾക്കും പാവപ്പെട്ടവർക്കും ഒക്കെ മനസ്സിലാവുന്ന തരത്തിൽ പ്രധാനമന്ത്രിയുടെ പട്ടിക്ക് പേ പിടിച്ചാൽ രാജ്യത്തൊട്ടാകെ ബന്ദ്, പിടികിട്ടാപ്പുള്ളിയുടെ കുത്തേറ്റ് നടു റോഡിൽ പോലീസുകാരൻ പെടഞ്ഞു ചെത്താൽ എവിടെയാണ് ആ ബന്ദ്? അവന്റെ ഭാര്യയുടെ മക്കളുടെ അടിവയറ്റിലല്ലാതെ എന്ന് ചോദിക്കുമ്പോൾ അത് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന് മനസ്സിലാകും. ഒന്നുകിൽ വിപ്ലവത്തിന് തയ്യാറാവുക, അല്ലെങ്കിൽ അടിമത്തം സഹിക്കുക, വേറെ ഒരു പോം വഴിയില്ല ഇനിയാ എന്ന് പറയുമ്പോൾ അത് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് മനസ്സിലാകും. ബെർണാഡ് ഷായെ കുറിച്ചാണ് പറയുക നൂറ്റാണ്ടിന്റെ നടും പുറത്ത് വീണ ചാട്ടവാർ എന്ന്. അത് കുറച്ചുകൂടി നന്നായിട്ട് ഇണങ്ങ് പിള്ളസാറിനാണ്. സിംഹത്തെ അതിന്റെ ഗുഹയിൽ ചെന്ന് പിടികൂടുക എന്നൊരു ശൈലിയുണ്ട്. പിള്ളസാറ് ജീവിതത്തെ അതിൻ്റെ തനിമയിൽ മനസ്സിലാക്കിയ ഒരാളാണ്. പുസ്തകം വായിച്ചോ ഗവേഷണം നടത്തിയോ അല്ല, ധീരമായി ജീവിച്ച് സ്വന്തം പൗരുഷം കൊണ്ട് ജീവിതത്തെ അറിഞ്ഞ മനുഷ്യൻ. ഗറില്ല എന്ന നാടകത്തിന്റെ അവതരണം, അത് അവതരിപ്പിക്കാൻ അനുവാദം ചോദിച്ചുകൊണ്ട് കത്തെഴുതിയ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കാർഡ് വന്നു. അന്ന് ഗ്രന്ഥകർത്താവിൻ്റെ അനുമതിയോടെ അവതരിപ്പിക്കാവൂ എന്ന പുസ്തകത്തിലുണ്ട്. എനിക്കൊരു കാർഡ് വന്നു അനുമതി ചോദിച്ചെഴുതിയപ്പോൾ, അനിയ തന്തയ്ക്ക് പറഞ്ഞ ആർക്കും ഗറില്ല അവതരിപ്പിക്കാം എന്ന്. അന്ന് മുതലാണ് പിള്ളസാറുമായിട്ടുള്ള ആത്മബന്ധം ആരംഭിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ബുദ്ധിജീവി നാടകങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നാടകവും കഥാപ്രസംഗവും ജനങ്ങളുടെ ആത്മാവിഷ്കാരമായിരുന്നു. SL പുരം സദാനന്ദന്റെ അഗ്നിപുത്രി എന്ന നാടകം ഇവിടെ പള്ളുരുത്തി വെളിയിൽ പണ്ട് കളിച്ചത് ഞാൻ ഓർക്കുന്നു. ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സിന്റെ ഒരു തെരുവ് വേശ്യയാണ് അതിലെ പ്രധാന കഥാപാത്രം. അവരുടെ പേര് സിന്ധു. അന്ന് DK ചെല്ലപ്പൻ എന്ന അനുഗ്രഹീത നടൻ അതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടൻ ബലാത്സംഗം ചെയ്ത് വേശ്യാവൃത്തിയിലേക്ക് നയിച്ച പെൺകുട്ടിയെ കളക്ടറായ അനിയൻ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. രണ്ടുപേർക്ക് മാത്രമേ അറിയാവൂ കാര്യം. ആരുമില്ലാത്തൊരു സന്ദർഭത്തിൽ ചേട്ടൻ മുകളിൽ നിന്ന് ഗോവണി ഇറങ്ങി വരുമ്പോൾ ഈ സ്ത്രീ ഫ്ലവർ വേസ് തുടച്ചുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹം സിന്ധു എന്ന് വിളിക്കും. ആ വിളിയുടെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ആ നാടകത്തിന് ശേഷം ആ പള്ളുരുത്തി ഭാഗത്ത് ഒരു കൊല്ലത്തിനകം ജനിച്ചിട്ടുള്ള എല്ലാ പെൺകുട്ടികളുടെയും പേര് സിന്ധു എന്നായിരുന്നു എന്നാണ്. ഇപ്പോഴും 10-40 വയസ്സുള്ള ഒരു 10-60 സിന്ധുമാരെങ്കിലും പള്ളുരുത്തി പ്രദേശത്തുണ്ടാകും. തെരുവേശിയായ ഒരു കഥാപാത്രത്തിന്റെ പേര് 28 വയസ്സുള്ള സ്വന്തം മകൾക്കിടാൻ മാത്രമുള്ള ഗംഭീരമായ പ്രേരണാശക്തിയാണ് അന്ന് നാടകം ജനങ്ങളിൽ ചെലുത്തിയിരുന്നത്. മനുഷ്യത്വത്തിനും നീതിക്കും വേണ്ടിയുള്ള മനുഷ്യ മനസാക്ഷിയുടെ മുമ്പിലുള്ള അതിഗംഭീരമായ വാദപ്രതിവാദമായിരുന്നു അന്ന് നാടകം. രോഗം ഒരു കുറ്റമാണോ ഡോക്ടർ എന്ന അശ്വമേധത്തിലെ കഥാപാത്രത്തിന്റെ ചോദ്യം കേട്ട് ഡോക്ടർ മാത്രമല്ല കണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കാണികളും
കുറ്റബോധം കൊണ്ട് ശിരസ് കുനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത്. പിന്നീട് സിംബോളിക് നാടകങ്ങൾ വന്നു. അതോടെ നാടകം എന്ന പേര് കേട്ടാൽ ആളുകൾ പേടിക്കുന്ന അവസ്ഥയായി, ആ വഴി പോകാതെയായി. നമ്മൾ വിഡ്ഢികളാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കലാരൂപത്തോട് നമ്മൾ എന്തിന് പ്രതികരിക്കണം എന്ന അവസ്ഥ വന്നു. അത് കഴിഞ്ഞ് തൻ്റെ നാടക കലാ അന്വേഷണങ്ങളുടെ ഭാഗമായി കാവാലം നാരായണ പണിക്കർ തനത് നാടകവേദി എന്നൊരു സങ്കല്പം വികസിപ്പിച്ചെടുത്തു. അതോടെ പിന്നെ അതിൻ്റെ അനുകരണമായി മുഴുവൻ